കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ദാ ഈ ഒരു മാല കണ്ടോ, നമ്മൾ പുതിയതായിട്ട് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. ഒരു 20 പീസ് എന്റെ അടുത്തുള്ളൂ. അത്യാവശ്യം വേണ്ടവര് എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടോളൂ കേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് ഒത്തിരി ഓർണമെന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മനോഹരമായ സെറ്റ് സാരിക്കും സാരികൾക്കും ഒക്കെ ഉടുപ്പുകൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള മനോഹരമായ സെറ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. സിൽവറിന്റെ നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു മുത്തുകളാണ് നിറയെ. പിന്നെ അതിന്റെ ഒരു മോഡലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ മിഡി ടോപ്പ്, പിന്നെ സാരി, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ജീൻസിന്റെ ഫ്രോക്ക്, ഏതിന് വേണേലും സൂട്ടായി പോകുന്ന വിധത്തിൽ മനോഹരമായിട്ടുള്ള, കുറച്ച് കഴുത്തിൽ പറ്റി കിടക്കുന്ന ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് വാട്സപ്പിലേക്ക് പോരെ കേട്ടോ. അപ്പം ഇതാണ് ഒരു വിശേഷം. പിന്നെ ഉള്ളത്, നമുക്ക് ഇപ്പൊ ഒരു 3 ട്രിപ്പ് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വിടാനുണ്ട്. അതിനുശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഒരുങ്ങി നിൽക്കുന്നത്. ഇന്ന് പുറത്തു പോകുന്നില്ല, വീഡിയോ ഷൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓവറോൾ എല്ലാവരും എന്തൊക്കെയാണ് മേടിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് വേഗം പാക്കിങ് തുടങ്ങാം. ആ കൂടെ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടി പറയാട്ടോ. ഈ കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സലിന്റെ 2 പാന്റീസും രക്തശാലി ഫേസ് പാക്കും അതുപോലെ ഫേസ് വാഷ് പൗഡറും ലിപ് ബാമുകളും ഒക്കെയാണ് കേട്ടോ. ഈ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന 2 മരമുല്ലയാണ് കേട്ടോ. ആ കൂടെ അവര് നല്ല ഭംഗിയുള്ള നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ബാംഗിളും കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ചെയിൻ ആണ്. ഇത് ചെയിൻ പ്ലസ് ഒരു എന്താ പറയാ, ഒരു ബാംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആ ഒരു രീതിയിലുള്ളതാണ്. പിന്നെ അവര് ബാക്കിയുള്ള നമ്മുടെ ബോഡി മോയ്സ്ചറും ലിപ് ബാമും വെട്ടിയ റൂട്ട് പൗഡറും രക്തശാലി ഫേസ് പാക്കും പിന്നെ ഈ ഒരു പിന്നെ അവർ മേടിച്ചിരിക്കുന്ന മൈക്രോ ഫൈബറിന്റെ മാറ്റുമാണ് കേട്ടോ. അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇത് വീട്ടിലെ പുളിയാണ് കേട്ടോ. പിന്നെ സൺഡേ മൺഡേ എന്ന് പറയുന്ന ചെടിയും ബോഡി മോയ്സ്ചറും ഒക്കെയാണ് അവർ മേടിച്ചിരിക്കുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞൾ, അങ്ങനെയൊക്കെ ഇവർ മേടിച്ചിരിക്കുന്ന ഏപ്രണും ഗീവാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ഏപ്രണാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ജീൻസിന്റെ ടോപ്പ് പോലെ ആ ഒരു രീതിയിൽ കട്ടി. ഞാനൊക്കെ കിച്ചണിൽ എന്തിനു കയറിയിട്ടുണ്ടെങ്കിലും ഞാൻ ഏപ്രൺ എടുത്തിട്ടു കേട്ടോ. ഇതേപോലെയുള്ള നല്ല മനോഹരമായ ഒത്തിരി ഏപ്രൺ നമ്മുടെ അടുത്തുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഇതെല്ലാം പിന്നെ ഫേസ് വാഷ് പൗഡറുകളും അങ്ങനെ ബാക്കി എല്ലാ സാധനങ്ങളുമാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇത് നല്ല ഹെവി പാഡഡ് ആയിട്ടുള്ള ബ്രാ മേടിച്ചിട്ടുണ്ട് അവര്. ആ കൂടെ വയറൊതുങ്ങുന്ന പാന്റീസ് മേടിച്ചിട്ടുണ്ട്. ഇത് ശുദ്ധമായ കാട്ടുതേൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ട്രിപ്പ് ഞാൻ വേഗം അങ്ങ് പാക്ക് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്കുള്ളതും 2 മൈക്രോ ഫൈബറും പിന്നെ കിച്ചൺ ടവല് 5 പീസാണ്. ഈ കിച്ചൺ ടവല് കണ്ടോ, 5 പീസാണ്. അടിപൊളിയായിട്ടുള്ള മൈക്രോ ഫൈബറിന്റെ ആണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് വെള്ളം എല്ലാം അബ്സോർവ് ആകും. ആ രീതിയിലാണ് ഇവര് മേടിച്ചിരിക്കുന്നത്. മൈക്രോ ഫൈബറിന്റെ നിലത്ത് ഫ്ലോറിൽ ഇടാൻ പറ്റുന്ന ഒരു ചവിട്ടിയാണ് കേട്ടോ. അപ്പൊ ശരി, ഞാൻ എന്നാ വേഗം പാക്കിങ് തുടങ്ങട്ടെ. ഇതാണ് നമ്മുടെ ഏപ്രൺ. ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം. ഈ വള്ളി കൊണ്ട് ഇവിടെ ഇതിനകത്തോടെ ഒരു ഹുക്കാണ്. ഇതിനകത്തോടെ ഇങ്ങനെ ഇട്ടിട്ട് കഴുത്തേലേക്ക് എടുത്തിടാം. പിന്നെ 2 പോക്കറ്റും, നമുക്ക് അത്യാവശ്യം മൊബൈൽ ഫോണൊക്കെ വെക്കണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള പോക്കറ്റും ഒക്കെ ഉണ്ട്. താഴെ വരെ ഇറക്കമുണ്ട്. പിന്നെ പ്ലസ് നല്ല കട്ടിയുള്ള നല്ല ജീൻസിന്റെ ആ ഒരു രീതിയിലുള്ള ക്ലോത്ത് ആണ്. നല്ല സുഖമാണ് ഇട്ടു നടക്കാൻ. അതുപോലെ തന്നെ ഒട്ടും ചൂടെടുക്കത്തില്ല. നമ്മൾ ഏപ്രൺ ഒക്കെ കണ്ടില്ലേ, പ്ലാസ്റ്റിക്കിന്റെ, അത് ഭയങ്കര ചൂടെടുക്കും. എനിക്ക് ദേഷ്യം വരുമായിരുന്നു അങ്ങനത്തെ ഇടുമ്പോൾ. ഞാൻ നോക്കി നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു ജീൻസിന്റെ, ഇതുപോലെ കട്ടിയുള്ള ജീൻസിന്റെ ഏപ്രൺ എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര സ്റ്റാൻഡേർഡും ആണ്. കണ്ടാൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ തന്നെ. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളറുകൾ നമ്മുടെ അടുത്തുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ച്. പിന്നെ അവർ ഗീയ മേടിച്ചേക്കുന്നത് ഞാൻ വേഗം പാക്ക് ചെയ്തിട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലേഡീസിനൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രായം ഒന്നും കഴിയണ്ട, നമ്മുടെ ശരീരം തന്നെ പല പല കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരും, എസ്പെഷ്യലി ലേഡീസിന്. അപ്പൊ നമ്മളത് ശരിക്കും ക്ലോസ് ആയിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഒബ്സർവ് ചെയ്യണം. ഇപ്പം ഹോർമോൺ ഇംബാലൻസ്, നമ്മൾ ലേഡീസിന്റെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഹോർമോൺ ഇംബാലൻസ് വന്നാൽ. നമുക്ക് ഭയങ്കര ഹോർമോണാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഹോർമോണിലൊരു ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതമേ താളം തെറ്റും. ആ രീതിയിലായിരിക്കും. അപ്പൊ അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. നമുക്കൊരു ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് എന്ന് തോന്നുന്നത്. അപ്പൊ ആ ലക്ഷണങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ, എസ്പെഷ്യലി നമ്മൾ ലേഡീസിന്റെ കാര്യത്തിൽ ഹോർമോൺ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരം കുറേ ഹോർമോൺ ഇംബാലൻസിലേക്ക് പോകുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പൊ ഈസ്ട്രജൻ ശരീരത്ത് കൂട്ടാനുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കടമ എന്ന് പറയുന്നത്. അപ്പം ശരീരത്ത് ഹോർമോൺ കുറഞ്ഞു എന്നുള്ളതിന്റെ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ നെറ്റിയുടെ മുകളിലൊക്കെ ഈ ഭാഗത്ത് മുടി ഒത്തിരി പൊഴിഞ്ഞു പോവാന്ന് വെച്ചോ, നെറ്റി കയറി വരുന്നു നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു ഹോർമോൺ ഇംബാലൻസിന്റെ ലക്ഷണമാണ്. ശരീരം തരുന്ന ഒരു മുന്നറിയിപ്പാണ്. ഞാനിത് പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാ അതിന്റെ പരിഹാര മാർഗം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം.
സ്ത്രീ ഹോർമോൺ വല്ലാതെ കുറയുന്നു എന്നുള്ളതിന്റെ മറ്റ് ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ കൂട്ടുകാരെ? ചർമ്മം വല്ലാതെ വരണ്ട് കീറി പോകുന്നത്. അതുപോലെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മുഖം, കഴുത്ത്, നെഞ്ച് എന്നിവിടങ്ങളിൽ വല്ലാതെ ചൂടും വിയർപ്പും എപ്പോഴും അനുഭവപ്പെടുന്നതും സ്ത്രീ ഹോർമോൺ കുറയുന്നു, ഈസ്ട്രജൻ കുറയുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് കേട്ടോ. നാലാമത്തെ കാര്യം മെൻസസ് സൈക്കിള് ക്രമം തെറ്റി വരികയോ പൂർണ്ണമായി നിന്നു പോകുകയോ ചെയ്യുന്നത്. മെനോപോസ് ഒക്കെ ആകുന്നതിന് മുമ്പേ തന്നെ നിന്നു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വല്ലാതെ ദേഷ്യം വരിക, വിഷാദം തോന്നുക, വല്ലാതെ ഉത്കണ്ഠ തോന്നുക, അങ്ങനെ ഒരു ഡിപ്രഷനും ആങ്സൈറ്റിയും അങ്ങനത്തെ ഒരു സ്ട്രെസ്സും ഒക്കെ തോന്നുന്നതും സ്ത്രീ ഹോർമോൺ കുറയുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങളൊക്കെ സ്ത്രീ ഹോർമോൺ കുറയുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഏതാണ് ഈ സ്ത്രീ ഹോർമോൺ എന്ന് പറയുന്നത്? ഈസ്ട്രജനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഇനി ഈസ്ട്രജൻ എങ്ങനെ കൂട്ടാം, ഏതൊക്കെ ഫുഡ് കൂടി കഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നാമത്തെ കാര്യം ഫ്ലേക്സ് സീഡ്, രണ്ടാമത്തെ കാര്യം സോയ പ്രൊഡക്റ്റുകൾ, സെസമി സീഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചിക്കൻ പീസ്, അങ്ങനത്തെ കടലയില്ലേ, അതിലൊക്കെ നമ്മൾ ഈസ്ട്രജന്റെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ഈസ്ട്രജനൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് ബ്രോക്കോളി, സോയാബീൻ, ഈന്തപ്പഴം, സ്ട്രോബെറി, ബ്ലൂബെറി, കാബേജ്, വെളുത്തുള്ളി, പരിപ്പ്, പിന്നെ റെഡ് വൈൻ, കാപ്പി. അപ്പൊ റെഡ് വൈനും കാപ്പിയും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ഈസ്ട്രജൻ കൂട്ടി കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു. ഇനി ഒരു ട്രിപ്പും കൂടി പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കൊറിയർ വിടാം. അപ്പൊ ഈ ട്രിപ്പിൽ എല്ലാവരും എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവര് മില്ലറ്റ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇവര് ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും. ഇത് കണ്ടോ, വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ, ഒഴിച്ചു വെക്കാൻ പറ്റുന്ന വിധത്തിൽ നല്ല സ്റ്റീലിന്റെ ഇതിന് ഒരു അടപ്പും ഒക്കെ ഉണ്ട്, ഒരു ചെറിയ നോപ്പും ഉണ്ട് ഇതിനകത്തോടെ. അപ്പൊ ഒന്നിച്ച് വെളിച്ചെണ്ണ പുറത്തേക്ക് വീഴത്തുള്ളൂ. ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു വെക്കാം, അതിന് പറ്റുന്നതാണ്. പിന്നെ ബ്യൂട്ടി ഓയിലും ഗീയും. പിന്നെ അവർ മേടിച്ചിരിക്കുന്ന ബാത്ത് ബ്രഷ് ആണ്, നല്ല നീളമുള്ള, ബാക്ക് സൈഡൊക്കെ നമുക്ക് പുറമൊക്കെ തേക്കാൻ പറ്റുന്ന വിധത്തില്. ഇത് നീളം കൂട്ടാവുന്ന നല്ല മോപ്പാണ് കേട്ടോ. ഒത്തിരി 6 മീറ്ററോളം നീളം കൂട്ടാം. ഇത് ടേബിളൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മോപ്പ്. ഇത് നമ്മുടെ കറി മഞ്ഞളും അതുപോലെ തന്നെ റെഡ് ചില്ലിയാണ് കേട്ടോ. അത് രണ്ടുപേരും മേടിച്ചിരിക്കുന്നത്. ഇതാ പിന്നെ കസ്തൂരി മഞ്ഞള്, അതുപോലെ ലിപ് ബാം, ഫേസ് വാഷ് പൗഡർ, അതൊക്കെ തന്നെ സാധാരണ എല്ലാവരും മേടിക്കും പോലെയുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വേഗം ഒന്ന് പാക്ക് ചെയ്യട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് കേട്ടോ. രാവിലെ വെച്ച ചായന്റെ ഒരു ഗ്ലാസും കൂടി ബാലൻസ് വെച്ചിട്ടുണ്ട്. അതും ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കഴിക്കണം. ഇന്ന് വൈകുന്നേരം നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കണം. ഞാൻ 2 ദിവസത്തേന് അല്ലെങ്കിൽ ചിലപ്പോൾ 3 ദിവസത്തേന് വരെയുള്ള ചപ്പാത്തി ഒന്നിച്ചുണ്ടാക്കി കാസറോളിൽ അടച്ചു വെക്കും കേട്ടോ. 3 ദിവസത്തിൽ പുള്ളി ഇരിക്കത്തില്ല അങ്ങനെ. അപ്പൊ അതാകുമ്പോൾ എളുപ്പമുണ്ട് രാവിലെ, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പറ്റിയ ചപ്പാത്തി അതുപോലെ വൈകുന്നേരം ഉണ്ടാക്കി വെക്കണം. ഇത് കണ്ടോ, മില്ലറ്റ്സ് ആണ്. ഇപ്പൊ കുറച്ച് ദിവസമായി മില്ലറ്റ് ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്നും കൂടി ചപ്പാത്തി. ഇപ്പൊ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ദോശയൊക്കെ കഴിക്കുന്നേക്കാളും അങ്ങനെ. എന്നാലും മാറി മാറി ഞാൻ മില്ലറ്റ് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ട്രിപ്പും കൂടി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും മില്ലറ്റ് ദോശയിൽ പിടിക്കണം. അത്രയും ഗുണങ്ങളുള്ളതാണ്, അത്രയും വിറ്റാമിനും മിനറലും നമുക്ക് കിട്ടേണ്ടതാണ് ആ രീതിക്ക്. അപ്പൊ മില്ലറ്റ്സ് എല്ലാവരും മേടിക്കുന്നുണ്ട്, മേടിച്ചോളൂ കൂട്ടുകാരെ. അത്രയും ഗുണമുള്ള ധാന്യങ്ങളാണിത്. ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മളിത് മേടിക്കാതെ ഇരിക്കത്തില്ല, അങ്ങനെയാണ്. അപ്പം പാക്ക് ചെയ്യട്ടെ. മില്ലറ്റ്സ് മേടിച്ചിട്ടുണ്ട് ഇവര്. മില്ലറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ കുറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് അത്രയും നല്ലതാട്ടോ ഓയിൽ എടുക്കാൻ. ഞാനൊക്കെ ഇതിൽ 2 അടുക്കളയിൽ ഞാൻ ഓരോന്ന് ഇതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഈ ഗ്യാപ്പിൽ ഊരാം, എന്നിട്ട് ഒഴിക്കാം. പിന്നെ ഇത് മൊത്തത്തിൽ ഊരിയിട്ട് നമുക്ക് ഇതിനകത്ത് നിറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഇത് സ്റ്റീലിന്റെ ആയതുകൊണ്ട്, ഉൾവശം സ്റ്റീലാണ്. സ്റ്റീലിന്റെ ആയതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ചിരിക്കുവാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഉറച്ചിരിക്കും എപ്പോഴും കേട്ടോ. അപ്പൊ അങ്ങനെ ഉറച്ചിരിക്കുവാണെങ്കിൽ എപ്പോഴും അല്ല, തണുപ്പുള്ള സമയത്തൊക്കെ, എന്നിട്ട് അടുപ്പിന്റെ അടിയിലേക്ക് ഒന്ന് വെക്കുകയും ചെയ്യാം. ചൂടായെന്നോർത്ത് കുഴപ്പമില്ല, സ്റ്റീൽ ആയതുകൊണ്ട്. അങ്ങനെ നല്ല പ്രയോജനമുള്ള സാധനമാണ് ഇത്. എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ അവർ ഗീയും ബ്യൂട്ടി ഓയിലും. പിന്നെ ഇത് ബാത്ത് ബ്രഷ് കേട്ടോ. ഇത് നല്ല സ്പോഞ്ചാണ്, സോപ്പൊക്കെ ഇട്ടിട്ട് തേക്കാം. ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിലാണ്, നമുക്ക് പുറമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ധാന്യങ്ങളും അതുപോലെ പച്ചക്കറികളും എല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആ കൂടെ ആശാളിയരി, കരിഞ്ചീരകം, ഫ്ലേക്സ് സീഡ് നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ഗീ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ പറഞ്ഞ പോലെ ഹോർമോൺ ഒക്കെ ബാലൻസ് ആകാനും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആ പോസിറ്റിവിറ്റി നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം എന്തെങ്കിലും വിധത്തില് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വല്ലാതെ മുടി പൊഴിയുന്നു, വല്ലാതെ രോമ വളർച്ച, അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആവുന്നു സ്കിന്ന്, പതിവില് വിരുദ്ധമായിട്ട് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, വല്ലാതെ ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ തോന്നുന്നു. ഇങ്ങനെ ഏത് ലക്ഷണം കണ്ടാലും നമ്മളത് വെച്ചോണ്ടിരിക്കാനേ പാടില്ല. മറ്റെന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും രോഗത്തിന്റെ ആണോ അതെയോ ഇനി ഹോർമോൺ കുറയുന്നതാണോ, എന്തായാലും നിങ്ങളൊരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിക്കുക. അപ്പൊ ഈ ട്രിപ്പും കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ട്രിപ്പ് കൂടി പാക്ക് ചെയ്യാനുണ്ട്. അത് കുറച്ചധികം സാധനമുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇതെല്ലാം കൂടി ചാക്കിലേക്ക് മാറ്റി വെച്ചിട്ട്, പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പൊ ഇച്ചിരി ചായ ഉള്ളതും ചൂടാക്കി ബ്രെഡും കഴിച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ വേഗം പാക്ക് ചെയ്യും കേട്ടോ. അത് ഞാൻ ഇനി ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നു. അപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. ഇത് മാത്രമല്ല, നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ, അപ്പം അതുകൊണ്ട് കോട്ടന്റെ ഫ്രോക്ക് നൈറ്റീസ് നിങ്ങൾ മേടിച്ചോളൂ. എന്റെ അടുത്ത് ഒത്തിരി അതിന്റെ കളക്ഷൻ ഉണ്ട്. നല്ല ഭംഗിയുള്ള ചുങ്കിടി ടൈപ്പാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണെടുക്കാൻ നോക്കത്തില്ല, അത്രയും ഭംഗിയുള്ളതാണ്. അത് ആവശ്യമുള്ളവരെ അപ്പൊ അത് മേടിച്ചോളൂ. പിന്നെ ചെടികളുണ്ട്, ബാക്കി ഓർണമെന്റ്സ് ഉണ്ട്, ബാക്കി ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, സ്പൈസസും ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഏതൊക്കെ പ്രോഡക്റ്റ് വേണോ നിങ്ങൾ നേരെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ, നമുക്ക് അവിടെ കാണാം. അല്ലെങ്കിൽ സൈറ്റിലുണ്ട്, സൈറ്റിലെല്ലാം ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് വാട്സപ്പിലേക്ക് വരുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അപ്പൊ നമുക്ക് വാട്സപ്പിൽ കാണാം. അപ്പൊ ഞാൻ ഈ ചായ കുടിച്ചിട്ട് വേഗം ഇത് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കുറെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ട് അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.